അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടത് ഒരു ജേർണലാണ്. അപ്പോൾ ഞാനിതിവിടെ ആദ്യം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ആയിട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അതാ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിതിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വാഷി ടൈപ്പിൻ്റെ പീസ് ഇവിടെ ഒട്ടിച്ചെടുക്കാം. എവിടെ വേണ്ടത് അവിടെ നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ജേർണൽ സെറ്റ് എങ്ങനെ ഉണ്ടാക്കണ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ വിടാം. ഇതിപ്പോൾ നമ്മളോടൊരു ഇത് നമ്മളോടൊരു കമൻറ്റ് ബോക്സിൽ നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇവിടെ ഒട്ടിച്ചത് ആദ്യം ചെയ്തിട്ട് കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇവിടെ കുറച്ച് ഡെക്കറേഷൻ കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് റൗണ്ട് സ്റ്റിക്കേഴ്സ് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വിൻറ്റേജ് തീമിന് മാച്ചായിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതും ഞാൻ മീഷോന്ന് എനിക്ക് ഓർഡർ ചെയ്ത് ഒരു കസിന് തന്നതാണ്. അപ്പോൾ ഇത് ഒട്ടിച്ചെടുക്കാം. ഇതാ നമ്മളിവിടെ ഇങ്ങനെ 3 ഒരു ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ 3 ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാനിങ്ങനെ ഗ്ലൂ സ്റ്റിക്ക് ഇങ്ങനെ ഒരുതിയിട്ട് ഉണക്കാൻ വെച്ചാൽ നമ്മൾ പിന്നെ വെള്ളമാക്കിക്കാണ്ട് ഇങ്ങനെ ഒരുതിയാൽ അത് പശയായി കിട്ടും കേട്ടോ. അത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ എന്താ വേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു കോഫി എടുത്തിട്ടുണ്ട് വിൻറ്റേജ് തീമിന്. ഇത് ഞാൻ സ്റ്റിക്കർ പ്രിൻ്റ് എടുത്താണ്. ഈ ക്രാഫ്റ്റിൻ്റെ കടയിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ സ്റ്റിക്കർ പ്രിൻ്റൊക്കെ എടുക്കാൻ പറ്റുന്ന ഇതൊക്കെ ഉണ്ടാവും. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒന്നും കൂടെ എടുത്തിട്ടുണ്ട്. ഈ വിൻറ്റേജ് തീമിൽ തന്നെയാണ് കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ ആയിട്ട് ഒട്ടിച്ചെടുത്താൽ ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ? ഇനി നമുക്ക് കുറച്ച് ഹോം മെയ്ഡ് വാഷി ടേപ്പ് ഒട്ടിച്ചെടുക്കാം. കണ്ടോ, ഇത് ഞാൻ പറഞ്ഞ പോലെ ഗ്ലൂ സ്റ്റിക്ക് ആക്കി ഉണക്കിയതുകൊണ്ട് നമുക്ക് വെള്ളം ഇങ്ങനെ ബഡ്സിമിലാക്കി ഇതാക്കുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പശ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളൊരു വിൻറ്റേജ് തീമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. കണ്ടോ? അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഇതും നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ ഈസിയാണ് കേട്ടോ. ഇങ്ങനെ ഗ്ലൂ സ്റ്റിക്ക് ആക്കിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് പറയണത് എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ഗ്ലൂ സ്റ്റിക്ക് ആക്കിയത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് കാര്യം നടക്കും. കണ്ടോ? ഇനി നമുക്കിതിവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത അതേ പ്രോസസ്സ് ഇവിടെയാണ് ചെയ്യാൻ കേട്ടോ. ഇവിടെ ചെയ്ത അതേമാതിരി ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു പൂവ് ഇവിടെ ഒട്ടിച്ചെടുക്കാം. ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വിൻറ്റേജ് തീമും ഒട്ടിച്ചെടുക്കാൻ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെയും കുറച്ച് തോട്ട്സ് എഴുതിയിട്ടുണ്ട്, ഇവിടെയും കുറച്ച് കോട്ട്സ് എഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതിയാൽ ബോറാവാൻ വിചാരിച്ചിട്ടാണ് ഞാൻ എഴുതാത്തത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റിക്കറും കൂടെ നമ്മളിവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് അൽക്കൊലത്ത് പണികൾ എടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ എന്താ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വരുന്നതുവരേക്കും ബൈ ബൈ. അസ്സലാമലൈക്കും. ബൈ ബൈ.